BIS അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BIS സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് BIS സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. ദ പ്രൊഡക്റ്റ് സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് BIS എയിംസ് അറ്റ് പ്രൊവൈഡിംഗ് തേർഡ് പാർട്ടി ഗ്യാരണ്ടി ഓഫ് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി. BIS സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ തേർഡ് പാർട്ടി ക്വാളിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഗ്യാരണ്ടി ഓഫ് ക്വാളിറ്റിയുടെ ഗ്യാരണ്ടി ഉറപ്പ് നൽകുക, അല്ലെങ്കിൽ സേഫ്റ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് BIS എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സ്റ്റാൻഡേർഡ് മാർക്ക് ഓൺ എ പ്രൊഡക്റ്റ് ഈസ് ആൻ അഷുറൻസ് ഓഫ് കൺഫോമിറ്റി. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ BISൻ്റെ മുദ്ര അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ആൻഡ് ദ കൺഫോമിറ്റി ഈസ് എൻഷുർഡ് ബൈ റെഗുലർ സർവൈലൻസ് ഓഫ് ദ ലൈസൻസസ് പെർഫോമൻസ് ബൈ സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ് ഡ്രോൺ ബോത്ത് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് ഫാക്ടറി. ഈ കൺഫോമിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള സർവൈലൻസ് ഓഫ് ലൈസൻസീസ്, അതായത് ആ ലൈസൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുടെ, സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുടെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാച്ചിങ്, അല്ലെങ്കിൽ എന്താ പറയുക, സർപ്രൈസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ, പെർഫോമൻസ് ഓർ സാമ്പിൾസൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റും അതുപോലെ തന്നെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ്റെ സമയത്തും മാർക്കറ്റിങ്ങിൻ്റെ സമയത്തും അവരുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റിയൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് കൺഫോമിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. BIS has set up 8 laboratories in different cities of India for testing sample of products taken during preliminary and surveillance operations. നമ്മുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് BIS നമ്മുടെ ഇന്ത്യയിലുടനീളം 8 ലബോറട്ടറീസ് വിവിധ സിറ്റികളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2500 പ്രൊഡക്ട്സ് ആർ ടെസ്റ്റഡ് എവറി ഇയർ. ഓരോ വർഷവും 2500ഓളം പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ISO സ്റ്റാൻഡേർഡ്സ് ആണ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ISO ഈസ് ആൻ ഇൻ്റർനാഷണൽ ഏജൻസി കൺസിസ്റ്റിംഗ് ഓഫ് 150 മെമ്പർ കൺട്രീസ്. 156 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ISO എന്ന് പറയുന്നത്. അതായത് ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി കൺട്രീസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏജൻസിയാണ് ISO എന്ന് പറയുന്നത്. ISO വാസ് ഫോംഡ് ഇൻ 1947 ഇൻ സ്വിറ്റ്സർലാൻഡ്. 1947 സ്വിറ്റ്സർലാൻഡിലാണ് ISO സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഡെവലപ്പ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ടു ഫോസ്റ്റർ ഇൻക്രീസ്ഡ് ട്രേഡ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. BIS എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ബേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ISOൻ്റെ കേസിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരുടെ സർവീസും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് ISO എന്ന് പറയുന്ന ഏജൻസി ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രൊഡക്ട്സിനാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. സം പോപ്പുലർ ISO സ്റ്റാൻഡേർഡ്സ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കുക, ISO 9001 ക്വാളിറ്റി മാനേജ്മെൻറ്റിനെയാണ് അത് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ISO 14001 എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റിനെ, അതുപോലെ തന്നെ ISO 3166 കൺട്രി കോഡ്സിനെയാണ്. ISO 26000 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ISO 50001 എനർജി മാനേജ്മെൻറ്റ്, ആൻഡ് ISO 31000 റിസ്ക് മാനേജ്മെൻറ്റിനെയും, അതുപോലെ തന്നെ ISO 22000 ഫുഡ് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്ന സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അണ്ടറിൽ വരുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതും സർട്ടിഫിക്കേഷൻസൊക്കെ കൊടുക്കുന്നതും. ISO 9000 ഫാമിലിയാണ് നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ISO 9000 ഫാമിലി എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. നോക്കാം, ISO 9000 is a standard that gives the requirements for a quality management system.
ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ISO 9000 എന്ന് പറയുന്നത്. There are 16 standards in the family that can help an organization on specific aspects such as performance improvement, auditing, training. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് 16 സ്റ്റാൻഡേർഡ്സാണ് ISO റെഡിയാക്കിയിട്ടുള്ളത്. അതായത് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഓഡിറ്റിങ്ങിനും ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു 16 സ്റ്റാൻഡേർഡ്സ് ISO റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും വർക്ക് ചെയ്യുന്നത്.